ഹായ് എവരി വൺ, വെൽക്കം ടു ഫ്രിവ്ലെസ് ഗൈസ്. ഞാൻ അരുൺ. എൻ്റെ കയ്യിൽ നിന്നുള്ളത് PlayStation 5. ഞാൻ ഇതിനു വേണ്ടി ഓൾമോസ്റ്റ് ഒരു വർഷമായി വെയിറ്റ് ചെയ്യുന്നു. വളരെ ബുദ്ധിമുട്ടാണ് ഇത് കിട്ടാൻ. കാരണം വാൾമാർട്ടിലോ ബെസ്റ്റ് ബൈയിലോ അല്ലെങ്കിൽ ഗെയിം സ്റ്റോപ്പിലോ ഇവിടെ എവിടെയെങ്കിലും ഇത് വന്നാൽ തന്നെ ഇത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഒരു 10 മിനിറ്റ് 15 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് വന്ന് സ്റ്റോക്ക് ഔട്ട് ആവും. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് ഞാൻ വാങ്ങിച്ചത് തന്നെ ട്വിറ്ററിൽ കുറേ എണ്ണത്തിനെ ഫോളോ ചെയ്ത്, അതായത് ഇതിനെക്കുറിച്ച് ഇടുന്ന ആൾക്കാരെ ഫോളോ ചെയ്ത് അങ്ങനെ പെട്ടെന്ന് വന്നപ്പോഴാണ് ഇത് വാങ്ങിച്ചത്. സോ ഐ എം റിയലി ഹാപ്പി ദാറ്റ് ഫൈനലി എനിക്ക് PlayStation 5 കൈ കിട്ടിയത്. ഇത് നോക്കുവാണെങ്കിൽ ഇത് 2022 മോഡലാണ്. കാരണം ഇപ്പം ഇത് നോക്കുവാണെങ്കിൽ ഇതൊരു ബണ്ടിൽഡ് PS5 ആണ്. PS5 മാത്രമല്ല ഉള്ളത്. സോ അതായത് സിസ്റ്റം ഉണ്ട്, കൺട്രോളർ ഉണ്ട്, പ്ലസ് ഫോർബിഡൻ ഹൊറൈസൺ വെസ്റ്റ്. എന്തായാലും ഫോർബിഡൻ ഹൊറൈസൺ വെസ്റ്റ് ഗെയിം ഞാൻ വാങ്ങിക്കാനിരിക്കുമായിരുന്നു. കാരണം വൺ ഓഫ് ദി മോസ്റ്റ് എന്താ പറയുന്നത് ബ്യൂട്ടിഫുൾ ഗെയിമാണത്. ഇൻ ടേംസ് ഓഫ് ദി ഗ്രാഫിക്സ് അൾട്ടിമേറ്റ്, അതായത് അൾട്ടിമേറ്റ് എക്സ്പീരിയൻസ് ആ ഗെയിമിന് കിട്ടണമെങ്കിൽ യു ഹാവ് ടു ഹാവ് PlayStation 5. എനിക്ക് തോന്നുന്നു എക്സ്ബോക്സിലും ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷേ ഡെഫിനറ്റ്ലി എനിക്ക് എക്സ്ബോക്സ് വേണ്ടായിരുന്നു. അതുകൊണ്ട് PlayStation 5 കിട്ടിയതിൽ എനിക്ക് വളരെ അധികം ഞാൻ ഹാപ്പിയാണ്. അത് ഇതിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും വീഡിയോയിൽ. സോ ലെറ്റ്സ് ഗോ അഹെഡ് ആൻഡ് അൺബോക്സ്. നമുക്ക് നോക്കാം. അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് പെട്ടെന്ന് പറയാനുള്ളത്, ലൈക്ക് ഈ ബോക്സ് ഭയങ്കര വലുതാണ്. ഇത് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെയാണ്. വീഡിയോയിൽ എനിക്ക് തോന്നുന്നത് നന്നായി വലുതായിട്ട് തോന്നും. യെസ്, ഇറ്റ് ഇസ് ഡെഫിനറ്റ്ലി ബിഗ്. PlayStation 5 കുറിച്ച് അത് തന്നെയാണ് കേൾക്കുന്നത്. കമ്പയർ ടു എക്സ്ബോക്സ്, PlayStation 5 കുറച്ചും കൂടെ വലുതാണ്. ഈ കണ്ടന്റ്സിനെ കുറിച്ച് നോക്കുവാണെങ്കിൽ PlayStation 5 കൺസോൾ, വയർലെസ് കൺട്രോളേഴ്സ്, പിന്നെ HDMI കേബിൾ, AC പവർ കോഡ്, USB കേബിൾ, ഇതെല്ലാം ഡെഫിനറ്റ്ലി, അതായത് നമുക്ക് നമ്മുടെ TV ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളുണ്ട്. അഡീഷണൽ സാധനങ്ങളൊന്നുമില്ല. അതായത് എക്സ്ട്രാ കൺട്രോളേഴ്സ് ഇല്ല, ചാർജിങ് സ്റ്റേഷൻസ് ഇല്ല, ഹെഡ്ഫോൺസ്, ഇതെല്ലാം എക്സ്ട്രാ വാങ്ങിക്കാം. പക്ഷേ എനിക്കൊന്ന് ബേസിക്കലി വേണ്ടത് ഇതാണ്. പിന്നീട് നിങ്ങൾക്ക് വേണ്ട അനുസരിച്ച് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുക അല്ലെങ്കിൽ വാങ്ങിക്കുക. സോ ലെറ്റ്സ് ഗോ അഹെഡ് ആൻഡ് അൺബോക്സ് ദിസ് വൺ. എൻ്റെ കയ്യിൽ ഒരു നൈഫുണ്ട്, തുറക്കട്ടെ. സോ ഇതായിരിക്കും നമ്മുടെ അൺബോക്സിങ്. ഇനിയിപ്പോൾ ഇത് തുറക്കുവാണെങ്കിൽ കുറച്ച് പോലെ, ഇതിങ്ങനെയാണ് എടുക്കുന്നത്. കൊള്ളാം, ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നോക്കുവാണെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് വലുതാണ് ഈ പറഞ്ഞ പോലെ, എത്ര എളുപ്പമല്ല ഇതെടുക്കാം. ഇതൊരു ബോക്സിൽ നിന്ന് വേറെ ബോക്സിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഇത് ചിരിക്കേണ്ടി വരും. ഇത് നോക്കുവാണെങ്കിൽ ഇങ്ങനെയാണ് നമുക്ക് ഗെയിം കിട്ടുന്നത്. സോ ഈ ഗെയിം എനിക്കൊന്ന് ഡൗൺലോഡ് ചെയ്യണം. അതായത് ഇത് ഡിജിറ്റൽ ഓൺലി വേർഷൻ ഓഫ് PlayStation അല്ല വാങ്ങിച്ചേക്കുന്നത്. പക്ഷേ ഇത് പുറകിൽ ഒരു കോഡുണ്ട്, അത് ഞാനിപ്പോൾ കാണിക്കുന്നില്ല, കാരണം അത് ആർക്കും ഉപയോഗിക്കായിരിക്കും. ഈ കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ഗെയിം നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അതാണ് ഇതിനകത്തുള്ളത്. എൻ്റെ കയ്യിലിരിക്കുന്നത് PlayStation 5 കൺട്രോളർ. ഇതാണ് ലേറ്റസ്റ്റ്. PlayStation കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തിയിട്ടുണ്ട് PlayStation 5. ഇതിന് ഷോക്സ് ഒക്കെ ഉണ്ട്. അതായത് നമ്മൾ ഷൂട്ടൊക്കെ ചെയ്യുവാണെങ്കിൽ ഇത് ഷോക്കായിട്ട് ഇങ്ങനെ അനങ്ങും. പിന്നെ കുറച്ചും കൂടെ എക്സ്പീരിയൻസ് കൂടുതലാണ്. അതാണ് എക്സ്ബോക്സിനെക്കാട്ടിലും ഈ കൺട്രോളറിനെ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. കാരണം ദിസ് ഈസ് ദ ലേറ്റസ്റ്റ് ആൻഡ് മേ ബി ദ ഗ്രേറ്റസ്റ്റ് ഇൻ കൺസോൾസ്. അപ്പോൾ ഇത് USB-C പോർട്ട് നമുക്കിവിടെ കാണാം. ഹോൾഡ് ചെയ്യാൻ കൊള്ളാം. ഞാൻ എക്സ്ബോക്സിൻ്റെ മാത്രമേ ഇതുവരെ ഹാൻഡിൽ ചെയ്തിട്ടുള്ളൂ. ബട്ട് ഇറ്റ് ഫീൽസ് ഗുഡ് ഇൻ ദ ഹാൻഡ്സ്. കൂടുതൽ കളിച്ചാലേ പറയാൻ പറ്റുള്ളൂ നിറ്റിഗ്രിറ്റി ഡീറ്റെയിൽസ്. പിന്നെയുള്ളത് ഇതാണ് കേബിൾ, PlayStation 5 പവറിലോട്ട് കണക്ട് ചെയ്യാനുള്ളത്. പിന്നെ നമുക്കുള്ളത് ആസ് യൂഷ്വൽ നമ്മുടെ മാനുവൽസ്, ഒരുപാട് പേജസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് സെറ്റപ്പ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാം. വേണ്ടി വരില്ലായിരുന്നു പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇതാണ് PlayStation 5 സ്റ്റാൻഡ്. അത് വേണമെങ്കിൽ നമുക്ക് സ്റ്റാൻഡിൽ വെക്കാം, വേണമെങ്കിൽ വേണ്ടാന്ന് തോന്നുന്നു. എനിക്കറിയില്ല, അതോ എല്ലാ തവണയും ഇത് സ്റ്റാൻഡിൽ വെക്കണോ എന്നുള്ളതും എനിക്ക് ഇതൊക്കെ നോക്കിയാലേ അറിയുള്ളൂ. പക്ഷേ ഇതാണ് സ്റ്റാൻഡ്. അപ്പോൾ എനിക്കൊന്ന് PlayStation 5 നമുക്ക് ഹൊറിസോണ്ടലി വെക്കാം, അല്ലെങ്കിൽ ഇത് വെർട്ടിക്കലി വെക്കാം. അങ്ങനെയാണ് ഞാൻ ഇതിൻ്റെയൊക്കെ വീഡിയോ കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് പറ്റണമായിരിക്കും അങ്ങനെ. പിന്നുള്ളത് HDMI. ഇത് HDMI 2.1 ആയിരിക്കും. കാരണം ഇത് 4K 120 Hz ALLM VRR സപ്പോർട്ട് ചെയ്യുന്നൊരു ഇതാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇത് കണ്ടാലും അറിയാം, ഇത് കുറച്ച് സാധാരണ ട്രഡീഷണൽ HDMI കുറച്ച് വ്യത്യാസമുണ്ട്. കേബിൾസ്
ഈ ലുക്കിൽ മാത്രമാണോ എന്ന് അറിയില്ല, പക്ഷേ ഇല്ല ഹൈ സ്പീഡ് HDMI കേബിൾ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. 2.1 ആണോ എന്ന് അറിയാൻ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഇപ്പോൾ, പക്ഷെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെയുള്ളത് നമുക്ക് മെയിൻ നമ്മുടെ ഡിവൈസിലോട്ട് പോവാം. കുറച്ച് ഹെവി ആണെന്ന് തോന്നുന്നു. യെസ്, പാക്കേജിങ് ഒന്നും വലിയ കുഴപ്പമില്ല, സ്ട്രോങ് ആണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ഇത് കുറച്ച് ഹെവി ആണ്, പക്ഷെ കുഴപ്പമില്ല, നല്ല വലുതാണ്. അത് പാക്കേജിങ്ങിനനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇത് ഞാൻ വൈറ്റ് ആണെന്നാണ് വിചാരിച്ചത്, പക്ഷെ ഇതൊരു വൈറ്റ് അല്ല. കവർ കണ്ടപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് വൈറ്റ് പോലെ വിചാരിച്ചു. ഇതൊരു മാതിരി ബ്ലൂയിഷ് വൈറ്റ് ആണ് അല്ലേ? ഇത് കാണുമ്പോൾ ഒരു മാതിരി ഗ്രേഷ് ബ്ലൂയിഷ് കറക്റ്റായിട്ട്. ഇത് എന്തായാലും ഇതൊരു പ്രോപ്പർ വൈറ്റ് അല്ല. ആൾക്കാർക്ക് ഇതൊക്കെ പ്രോപ്പറായിട്ട് വീഡിയോയിൽ കാണുമെന്ന് അറിയില്ല, പക്ഷേ ഡെഫിനറ്റ്ലി ഇതൊരു വൈറ്റ് കളറല്ല. നിങ്ങൾക്ക് നോക്കാം, ഇത് ഡിസ്ക് ആണ്, ഇത് ഡിജിറ്റൽ ഓൺലി വേർഷൻ അല്ല. കാരണം എനിക്ക് നിർബന്ധമായതുകൊണ്ട് ഡിസ്ക് വേർഷൻ വേണം എന്നുള്ളത്. കാരണം ഇവിടെ ഫുള്ളി എനിക്ക് അതാണ് ഇഷ്ടം, ആൾക്കാരായിട്ട് ഷെയർ ചെയ്യാനൊക്കെ എളുപ്പമാണ്, ഗെയിംസ് ഫ്രണ്ട്സായിട്ടൊക്കെ. പിന്നെ യെസ്, ഇറ്റ്സ് എ മാസീവ് ഡിവൈസ്. എൻ്റെ Xbox 360 ആയിട്ടൊക്കെ നോക്കുമ്പോൾ ഇത് വളരെ വളരെ വലുതാണ്, പക്ഷേ അൾട്രാ മോഡേൺ ഡിസൈനാണ്. ഒരുമാതിരി ഏലിയൻ ഒരു ലുക്കൊക്കെ ഉണ്ട് ഇതിന്, 2 കൊമ്പൊക്കെ ആയിട്ട്. സോ ഡെഫിനറ്റ്ലി ദിസ് ലുക്സ് റിയലി നൈസ്. പക്ഷേ ഇത് എനിക്കിഷ്ടമല്ല, ഇത് ഫിംഗർ പ്രിൻ്റ് ആണ്. പിന്നെ നമ്മളൊരു പ്രാവശ്യം PlayStation 5 എവിടെയെങ്കിലും സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരിക്കലും അനക്കില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇത് ഡേർട്ടി ആവും. ഇത് പിയാനോ ബ്ലാക്ക് ആണ്, അപ്പോൾ ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റ്സ് ആണത്. ഡെഫിനറ്റ്ലി അത് PlayStation 5 കുഡ് ഹാവ് എനിക്കൊന്ന് റിമൂവ്. എന്നിട്ട് ഈ പിയാനോ ബ്ലാക്ക് ലുക്സ് നൈസ്, പക്ഷേ അത് ലോങ് ലാസ്റ്റിങ്ങോ അല്ലെങ്കിൽ ലോങ് യൂസേജിൽ അത് കാണാൻ ഭയങ്കര മോശമാണ്. ബട്ട് ഗൈസ്, ദിസ് ഇസ് ദി ഓവറോൾ എക്സ്പീരിയൻസ് ഓഫ് PlayStation 5 അൺബോക്സിങ്. ഇറ്റ്സ് വെരി മിനിമൽ. നിങ്ങൾക്ക് കാണാം, അത്രയും കമ്പോണൻസ് ഒന്നും ഇല്ല. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ഇത് നമ്മുടെ ഡിവൈസ് കൺട്രോളർ, HDMI പോർട്സ്, ബേസിക് പവർ കേബിൾസ് ആൻഡ് ഞാൻ പറഞ്ഞ പോലെ ഗെയിമിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ. സോ ഹോപ്പ് ഇതാണ് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് വൺസ് PlayStation 5 സെറ്റപ്പ് ചെയ്ത് ഫോർബിഡൻ ഹൊറൈസൺ ഗെയിം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വൺസ് സെറ്റപ്പ് ചെയ്തിട്ട് വീണ്ടും നമ്മളൊരു വീഡിയോ കാണിക്കുന്നതാവും. അൺടിൽ ദെൻ ഹോപ്പ് യു ഗൈസ് ലൈക്ഡ് ഇറ്റ്. ഇതാണ് PlayStation 5 2022 വിത്ത് ദ ലേറ്റസ്റ്റ് ബോക്സ്, അതായത് ഫോർബിഡൻ ഹൊറൈസൻ്റെ. ഇവിടെ ഇപ്പോൾ കാനഡയിൽ പറയുവാണെങ്കിൽ ദിസ് ഷിപ്സ് അറ്റ് $700 ബിഫോർ ടാക്സ്. കാരണം PlayStation യൂഷ്വലി നമ്മുടെ ഡിസ്ക് എഡിഷൻ എന്ന് പറഞ്ഞാൽ $630 ആണ് ഇവിടെ. പ്ലസ് ഈ ഗെയിം ലൈക്ക് ഓൾമോസ്റ്റ് നമുക്ക് കാനഡയിൽ ലൈക്ക് $79 to $89 ഇത് സെല് ചെയ്യുന്നത്. അപ്പോൾ ദിസ് ഇസ് എൻ ഓക്കെ ഡീൽ. ഇതൊരു എക്സ്ട്രാ പ്രൈസ് കൊടുത്തിട്ടൊന്നും വാങ്ങിച്ചല്ല. ദിസ് ഇസ് ദി ഡീഫോൾട്ട് PlayStation 5 പ്രൈസ്. അതായത് സോണിയുടെ സൈറ്റിൽ നിന്ന് കിട്ടുവാണെങ്കിൽ ഇത് തന്നെയായിരിക്കും. സോ ഹോപ്പ് യു ഗൈസ് ലൈക്ഡ് ഇറ്റ്. അപ്പോൾ ഞാൻ PlayStationൻ്റെ ഒരു വീഡിയോയും കൂടെ കൊണ്ടുവരുന്നതായിരിക്കും, അതായത് ഇതിൻ്റെ എക്സ്പീരിയൻസും എല്ലാം. ടിൽ ദെൻ ബൈ.